ഞാൻ പറയുന്നത് എത്രയോ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തൊക്കെ വളരെ ചെത്തിപ്പൊളിച്ച് നടക്കുന്ന സ്റ്റൈലുള്ള കുപ്പായും ജീൻസും ഷർട്ടും ഹെയർ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കരുത് ഇവരൊക്കെ പോക്കാണ്. അല്ല, ഇവരിൽ എത്രയോ നല്ല കുട്ടികളുണ്ട്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോ കരയുന്ന ചെറുപ്പക്കാരുണ്ട്. അവരുടെ വേഷം കണ്ട കുറച്ച് എന്താ പറയലേ, ഇതിനൊരു വാക്കുണ്ടല്ലോ, ഫ്രീക്ക് അല്ലേ, അങ്ങനെ പറയലേ, അതിനുകുപ്പായിരുന്നവർക്കൊക്കെ അത് പറയോ? അപ്പോ നാട്ടിലെങ്ങനെ പല പേരുണ്ടല്ലേ, ഫ്രീക്കന്മാരെന്നൊക്കെ പറയല്ലേ. അതിലൊക്കെ എത്രയോ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരുണ്ട്. എത്രയോ ചെറുപ്പക്കാർ സ്വലാത്തൊക്കെ ചൊല്ലി നാവിങ്ങനെ നനയുന്ന ചെറുപ്പക്കാർ എത്ര ആളുകളുണ്ട്. രാത്രിയായാൽ കരയുന്നവർ, മുമ്പൊരിക്കലെങ്കിലും എപ്പോഴെങ്കിലും പറ്റിയ ഒരു തെറ്റിനെ ഓർത്ത് വിലപിച്ച് കരയുന്നവർ, തേങ്ങുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്ന പതിവാക്കുന്ന ആളുകൾ എത്രയോ ചെറുപ്പക്കാർ. ഒരുപക്ഷെ ഉസ്താദുമാർക്ക് പോലും അതിന് തൗഫീഖ് ഉണ്ടായിട്ടുണ്ടാവില്ല. എത്രയോ ചെറുപ്പക്കാർ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ തൗഫീഖാണ്. ആര് നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ അവരുടെ ജീൽ, അവരുടെ ചേലും കോലവും ഭാവവും കണ്ട തോന്നും ഇവരൊക്കെ വല്ല ഏതെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്, അള്ളാഹുവായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊന്നും വിചാരിച്ചു പോവല്ലേ. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആരെയും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ കുട്ടികളുണ്ടാവുന്ന ചെറിയ മക്കള്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ യുവാക്കളുണ്ട്. 15 വയസ്സ് പ്രായത്തിൽ താഴെ കറാമത്തുകൾ കാണിച്ച ആളുകളുണ്ട്. പ്രായമുള്ള ആളുകൾ, യുവാക്കള്, പ്രായുന്നതിന് വ്യത്യാസമല്ല. അള്ളാഹു നൽകുന്ന നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്. ഒരു മനുഷ്യന്റെ കൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുന്ന നൂറ്, അതിന് പ്രായ ജെൻഡർ പരിധികളില്ലെന്നാണ്. 3 ദിവസം നിരന്തരമായി ചെറുപ്പക്കാരനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ മുൻകദിർ എന്നവരെ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അൻത സ്വാഹിബുന അൽ ബാരിഹത്തുൽ ഊല എന്ന് പറഞ്ഞ മിനിഞ്ഞാന്ന് ആ പള്ളിയിലേക്ക് വന്ന ആള് നിങ്ങളല്ലേ? ചോദിച്ചു മുഹമ്മദ് മുൻകദിർ എന്ന മഹാനായ ശൈഖ് അവറുകളെ, എന്തു പറ്റി? അതേ, ഞാൻ പള്ളി വന്നിരുന്നു. അൻതല്ലദീ ബിക സുഖീന, നിങ്ങൾ കാരണമല്ലേ അള്ളാഹു ഞങ്ങൾക്ക് മഴ തന്നത്. നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ ആ മഴ പെയ്തത്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ അങ്ങ് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ എന്തിനത് പറഞ്ഞു? ആര് നിങ്ങളോടത് പറഞ്ഞു? എന്തിനു നിങ്ങൾ അത് വീക്ഷിച്ചു? നിങ്ങൾ എന്തിനാ അത് എന്നോട് പറയുന്നത്? പറഞ്ഞാകെ ബഹളം. മുഹമ്മദ് മുൻകദിർ ഇറങ്ങിപ്പോന്നു അവിടെ നിന്ന്. അന്ന് രാത്രി അദ്ദേഹം വന്നില്ല, പിറ്റേന്ന് രാത്രിയും വന്നില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, അല്ല എവിടെയാണ് ആ ഗുലാം, എവിടെ പോയി? പറഞ്ഞു, മുഹമ്മദ് മുൻകദിറെ, ശൈഖ് അവറുകൾ, നിങ്ങൾ എന്താ അദ്ദേഹത്തോട് വന്ന് ഇന്നലെ പറഞ്ഞത്? അദ്ദേഹം വളരെ അപ്സെറ്റ് ആണല്ലോ, വളരെ വിഷമത്തിലാണ്. സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അദ്ദേഹം പെട്ടിയും കിതാബൊക്കെ എടുത്ത് പോയി. മുത്തല്ലിമികളെ പറ്റി പറയാം. പെട്ടിയും കിതാബ് എടുത്തിട്ട്, പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് പോയി, എല്ലാം എടുത്തിട്ട് പോയി. അപ്പൊ കാര്യം പറഞ്ഞു കൊടുത്തു. എന്തെന്നറിഞ്ഞോ? ആ ചെറുപ്പക്കാരന്റെ ഒരു ദുആ കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് മദീനയിൽ ഒരു മനുഷ്യൻ അറിഞ്ഞു എന്ന് കേട്ടപ്പോ ഇനി ആളുകൾ മുഴുവനും ഇയാളുടെ അടുത്ത് ഓടി വരൂലേ? താൻ ചെയ്ത ദുആക്ക് അല്ലാഹു ഉത്തരം തന്നിട്ടുണ്ട് എന്ന് 4 ആളുകൾ പറഞ്ഞു തുടങ്ങുമ്പോ ഈ മനുഷ്യന്റെ കൽബിൽ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നൽ വരൂലേ? ആളുകൾ ഇതൊക്കെ അറിയാൻ തുടങ്ങൂലേ? ഇത് നാവിൽ നിന്ന് നാവിലേക്ക്, ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ആളുകൾ പകർത്തിക്കൊണ്ടുപോകില്ലേ? അങ്ങനെ ആകുമ്പോ ആളുകൾ ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടൂലേ? അതൊക്കെ എന്റെ ആഖിറത്ത് നഷ്ടപ്പെടുത്തൂലേ? ഇനി ഞാൻ മദീനത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മദീനയോട് സ്നേഹമുണ്ടായിരിക്കെ 4 ആളുകൾ തനിക്ക് അല്ലാഹു നൽകിയ കറാമത്ത് അറിഞ്ഞോ എന്ന് തോന്നിയപ്പം മദീന വിട്ടുപോയ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം പറഞ്ഞ് അല്ലാമാ ദഹബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഒരു ഇഖ്ലാസിന്റെ ഉദാഹരണം ആയിരക്കണക്കിന് സംഭവങ്ങൾ പരിശോധിച്ചപ്പോഴേക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ചെറുപ്പക്കാരനെ പോലെ ദുആന്റെ ഉത്തരം കിട്ടി എന്നറിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെടുക. ഔലിയാക്കളുടെ പ്രത്യേകത അങ്ങനെയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.